ഇന്നിപ്പം ഏപ്രിൽ 3-ാം തീയതിയാണ്. ഈ മാസം 15-ാം തീയതി ആകുമ്പോഴേക്കും ബാഴ്സലോണയുടെ ഈ സീസൺ നല്ല സീസണാണോ അതോ പോക്കാണോ എന്നത് ഏറെക്കുറെ പിടികിട്ടും എന്നതാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ 3 അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ്, 1 ഹോം മാച്ചാണ്, 2 എവേ മാച്ചസ് ആണ് കളിക്കാനുള്ളത്. അറിയാലോ, ഈ സീസണിൽ കോപ്പ ഡെൽറേയിൽ നമ്മൾ കണ്ടതാണ്, അത്ലറ്റിക്കോ മാഡ്രിഡ് ഹോമിൽ പോയി 4 വാങ്ങിയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഹോമിൽ കളിക്കുന്നത് ബാഴ്സയ്ക്ക് എത്രത്തോളം ഈസി ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. പക്ഷെ ബാഴ്സയുടെ ഹോമിൽ ബാഴ്സയ്ക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ലാലിഗയിൽ ഒരു മാച്ച് വരുന്നുണ്ട്, ആ മാച്ച് ജയിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സ ഇപ്പോൾ 4 പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ ബാഴ്സയും റയലും തമ്മിൽ 1-ാം സ്ഥാനത്തേക്ക്. അപ്പോൾ ആ മാച്ച് ജയിച്ചേ പറ്റൂ. പിന്നീട് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം വരുന്നത്. ചാമ്പ്യൻസ് ലീഗിലെ ഫസ്റ്റ് ലെഗ്, സെക്കൻഡ് ലെഗ്, ക്വാർട്ടർ ഫൈനൽ മത്സരം. അത് അതിൽ ഒന്ന് ജയിച്ചാലും അടുത്ത റൗണ്ടിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ വലിയൊരു ഗോൾ മാർജിനിലൊക്കെ ജയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു മാസം 15 ആകുമ്പോഴേക്കും അറിയാൻ പറ്റും ബാഴ്സയുടെ ഈ ഒരു സീസൺ നല്ല സീസണാണോ അതോ പോക്കാണോ എന്നത്. പിന്നെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഫീഞ്ഞ ഇല്ല. റാഫീഞ്ഞയ്ക്ക് എങ്ങനെ പോയാലും ഈ ഒരു മാച്ചൊന്നും കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മാച്ചസ് ഒന്നും കളിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്കറിയാലോ, റാഫീഞ്ഞ ഇല്ലാതെ ബാഴ്സ കളിച്ച മത്സരങ്ങളിലെല്ലാം ബാഴ്സ അമ്പേ പരാജയമായിരുന്നു. ഈ സീസൺ നമ്മൾ കുറേ കണ്ടതാണ്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കുന്നത്. പിന്നെ റാഫീഞ്ഞയുടെ പൊസിഷനിലുള്ളത് റാഷ്ഫോർഡാണ്. റാഷ്ഫോർഡ് ചാമ്പ്യൻസ് ലീഗിലൊക്കെ റാഷ്ഫോർഡിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ മാച്ചിൽ സബ്ബായിട്ടൊക്കെയാണല്ലോ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇംഗ്ലണ്ടിന്റെ മാച്ചസ്, റാഷ്ഫോർഡ് കളിച്ച ഇംഗ്ലണ്ടിലെ മാച്ചസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് റാഷ്ഫോർഡ് കളിച്ചിട്ടുണ്ട്. കണ്ടറിയാം എന്താവുമെന്ന്.